മർക്കോസിന്റെ സുവിശേഷം ആദ്യം മത്തായിലോട്ട് വന്നാട്ടെ. മത്തായി, മർക്കോസ്, ലൂക്കോസ് എല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ മത്തായിലേക്ക് വന്നാട്ടെ. മത്തായി 8:16 മുതൽ വാക്യങ്ങൾ. മാത്യു 8:16. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. വൈകിട്ടായപ്പോൾ. അപ്പൊ എപ്പോഴാണ് കൊണ്ടുവന്നത്? വൈകിട്ടായപ്പോൾ. മർക്കോസ് ഇച്ചിരി ഡീറ്റെയിൽഡാണ്. മർക്കോസ് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. മർക്കോസ് വായിച്ചാൽ മർക്കോസിന് 1-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. ഇതേ വിഷയം മർക്കോസ് പറയുന്നത് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവരുടെ അടുക്കൽ വിഷയം ലൂക്കോസിന് പറയുന്നുണ്ട്. ശരിക്കും 3 ഗോസ്പൽ റൈറ്റേഴ്സ് 2 പേരും ഉറപ്പാണ് വൈകുന്നേരം സൂചിപ്പിക്കും. അപ്പൊ അതിലെന്തോ കാര്യം കിടക്കുന്നു. അപ്പൊ മർക്കോസ് ഇച്ചിരി സ്പെസിഫിക് ആക്കി സൂര്യൻ അസ്തമിച്ച ശേഷം. അപ്പൊ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സൂര്യൻ അസ്തമിക്കാൻ. സ്തോത്രം. 2 മത്തായി പറയുന്നത് അവൻ പലരെ സൗഖ്യം മർക്കോസ് പറഞ്ഞ പലരെ സൗഖ്യമാക്കിയല്ല. മത്തായി പറയുന്നത് ഇംഗ്ലീഷ് വേർഷനിൽ അവൻ എല്ലാവരും സൗഖ്യമാക്കി. ഇത് യേശുവിന്റെ ശുശ്രൂഷയുടെ ഒരു മേജർ മൂവ് നടക്കുക. വരുന്നവരെല്ലാം സൗഖ്യമാകുന്ന യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന പവർ ഹൗസിന്റെ ഉദ്ഘാടനം അവിടെ നടന്നുകൊണ്ടിരിക്കുക. യേശു സ്വർഗത്തിന് വന്ന യേശുവിന്റെ ശുശ്രൂഷയുടെ ഉദ്ഘാടനം, ഗ്രാൻഡ് ഓപ്പണിംഗ് നടന്നുകൊണ്ടിരിക്കുക. മറു സൈഡിൽ ദീനക്കാരും രോഗികളും ഭൂതഗ്രസ്തരും. ചരിത്രക്കാർ പറയുന്നത് അന്നത്തെ ഭൂതഗ്രസ്തരുടെ ശബ്ദം അവിടെ ഇങ്ങനെ കേൾക്കും. കാരണം ഇവിടെ ദേഹം മൊത്തം വേദനയിലും മുറിവിലും മുറിക്കപ്പെട്ടവരായി പിശാചിനാൽ തകർക്കപ്പെട്ട വ്യക്തികളാണ്. അവർ കിടന്ന് അലറും, അവരെ ചെയ്തലാണ് ഇട്ടിരിക്കുന്നത്. സ്തോത്രം. പക്ഷെ എന്റെ ചോദ്യം, ഇത്രയും മുറിവും ഇത്രയും ബുദ്ധിമുട്ടും ഇത്രയും ഭൂതങ്ങളും ഇളകി മറിയുമ്പോൾ എന്തിനാണോ പവർ ഹൗസ് അവിടെ ഉള്ളപ്പോൾ വൈകിട്ട് വരെ കാത്തിരുന്നത്? Why did they wait till the sun was set? പവർ ഹൗസ് അവിടെ എന്തിന്? രാവിലെ വന്നായിരുന്നെങ്കിൽ 5 മണിക്കൂറിന്റെ വേദന കുറഞ്ഞേന്. സ്തോത്രം. ഒരു 6 മണിക്ക് വരുമായിരുന്നെങ്കിൽ അന്നത്തെ ദിവസമെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാമായിരുന്നു. ശിവൻ അതുവരെ കാത്തിരിക്കുക. ഈ വേദന സഹിക്കുന്നുണ്ടെങ്കിൽ തലക്ക് പൊട്ടിപ്പോകുക, എന്നാലും കാത്തിരിക്കുക സൂര്യൻ അസ്തമിക്കാൻ. നിങ്ങളുടെ കാര്യം എന്തറിയാമോ? ശബത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന വെളിയിൽ ഇറങ്ങിയാൽ പള്ളിയിൽ നിന്ന് മുടക്കും.
രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ജനം ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഇതാണ് കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം. ഒരു മാനുഷികമായ നിയമങ്ങളിൽ ഒതുങ്ങിപ്പോയ ഒരു കൂട്ടം. ഞാൻ ചർച്ച കയറി ചെന്നപ്പോൾ ഒരു കൂട്ടം സഹോദരന്മാർ ഇങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? എത്ര ഒന്നും നടന്നിട്ട് കൈ പൊങ്ങുന്നില്ല. എന്നോട് അവിടുത്തെ മൂത്ത സഹോദരി പറഞ്ഞു, വേദപുസ്തക പ്രകാരം സ്ത്രീയുടെ തല പുരുഷനാണ്, അതുകൊണ്ട് തലയുടെ മുകളിൽ കൈ പോകരുത്. എനിക്ക് ചോദിക്കണം തോന്നി, സഭയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ ആ സഹോദരി. വീട്ടിൽ ചെല്ലുമ്പോൾ കൈ തലയ്ക്ക് മുകളിലാണ്, തല മണ്ടയ്ക്കാണോ ദൈവത്തിന് അറിയത്തുള്ളൂ. ഇത് പലതരം മാനുഷിക നിയമങ്ങളിൽ ഒതുങ്ങിപ്പോയി കിടക്കുന്ന ഒരു ജനം കേരളത്തിൽ കിടക്കുമ്പോൾ ഇന്ന് പലക്കാലം ആരെ മുടക്കിയാലും കുഴപ്പമില്ല, എനിക്ക് ശക്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വെളിപ്പെടുത്തി ഞാൻ പുറത്ത് വന്നിരിക്കുക എന്ന് വിശ്വസിക്കുന്ന ദൈവമാക്കാൻ ഇത്
നമുക്കൊക്കെ ചിലപ്പോൾ ചർച്ചയിൽ പോകാൻ വേണ്ടി പറയോ, ഒന്നെങ്കിൽ മാച്ചിങ് ഡ്രസ്സ് കിട്ടിയില്ല, ചിലക്ക് അത് പിണക്കാം, പിന്നെ അന്ന് ഭയങ്കര മൂടോപ്പാ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് ഇച്ചിരി ഒരു വിഷയം ഉണ്ടായി, ആദ്യത്തെ കാഷ്വാലിറ്റി ആരാധന. ചോദിക്ക് പോകത്ത് പറയാൻ പറ്റില്ല, അടി കിട്ടും. ആരാധന അപ്പം തന്നെ ക്യാൻസൽ. കാഷ്വാലിറ്റി ആരാധനയാണ്. നീ വേറെ സ്ത്രീയുണ്ട്, വസ്ത്രമൊന്നും അല്ല വിഷയം, എനിക്കൊരു വലിയ വിഷയമാണ്. ഈ പുള്ളിക്കാലത്ത് ചർച്ച വരെ എളുപ്പമല്ല. കാരണം ചർച്ച വേണമെങ്കിൽ ഒരു 5-6 മണിക്കൂർ എടുക്കുന്നിരിക്കട്ടോ സ്വന്തം. കാരണം പുള്ളിക്കാലത്ത് കൂലിയാണ്. കൂലിയാണെങ്കിലും വീട്ടിലിരിക്കും. വീട്ടിലിരിക്കത്തില്ല അമ്മമ്മയ്ക്ക് ശവത്താകുമ്പോൾ സിനിമയിൽ പോയ പറ്റൂ. സ്വന്തം അമ്മമ്മ കൂലി പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ കുറച്ച് വിശ്വസിച്ച് പറയുമ്പോൾ എന്തറിയോ, സഹോദരി കൂലി വന്ന് പറയട്ടോ, അമ്മത്തേക്ക് നാളെ കേട്ട് ഇവർക്ക് ഒന്നാമത് നടക്കാൻ ബുദ്ധിമുട്ട്. അവിടെ ചെല്ലുമ്പോൾ ചില നോട്ടം, ഞാനാണ് പിന്നെ അവിടെ പോകും. ഈ സഹോദരി ഇതെല്ലാം ചെയ്തിട്ട് എന്തോ പ്രയോജനം? ഈ പുള്ളിക്കാരത്തി പ്രസംഗനെ കാണാൻ പറ്റത്തില്ല, ആരും പ്രസംഗിക്കുന്ന അറിയത്തില്ല, പ്രസംഗനെ കാണത്തില്ല, പ്രസംഗം കേൾക്കാനേ പറ്റുന്നുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി വന്നിട്ട് പ്രസംഗന് മുഖത്ത് വെക്കാൻ പറ്റത്തില്ല. പക്ഷെ ശബ്ദം കേൾക്കാം. 18 വർഷത്തിൽ കൂടുതൽ പ്രസംഗന് മുഖം കാണത്തില്ലെങ്കിലും ദൈവവചനത്തിൽ സന്തോഷിച്ചു. ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിച്ച ഒരു സ്ത്രീയെ തേടി അതൊരു പുതിയ പ്രസംഗം വന്നിരിക്കുക. പ്രശ്നമാണെങ്കിലും അവർക്ക് ആരാധന സുഖം. എത്ര പ്രതികൂലത്തിൽ കൂടെ പോയാലും ദൈവവചനം കേൾക്കുമ്പോൾ ഒരു ഉല്ലാസം ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി നിരങ്ങിയാണെങ്കിൽ പോയി ഇരിക്കും. അന്ന് രാവിലത്തെ പ്രസംഗത്തിനെ കാണാൻ പറ്റത്തില്ല. ആരാണ്ട് പറഞ്ഞു നല്ലൊരു ചെറുപ്പക്കാരനാണ് നസ്രയത്തിൽ വന്നിരിക്കുക. പക്ഷെ അന്ന് വരെ അവൾ വചനം കേൾക്കാനാണ് വന്നത്. പക്ഷെ അന്ന് വചനം ജഡമായവൻ. ദൈവമായിട്ട് പറയുന്നു, വർഷങ്ങൾ വിടുതൽ കിട്ടാത്തപ്പോഴും എന്റെ വചനത്തിൽ സന്തോഷിച്ച ചില കുടുംബങ്ങളകത്ത് അത്ഭുതം നടക്കാൻ സമയമാണത്. പറഞ്ഞ ഒരു 18 എന്നുള്ള സംഖ്യ യഹൂദന്മാരെ സംബന്ധിച്ചോളം ജീവന. യേശു അത് ചൂണ്ടിട്ട് പറയുക, ഇവരുടെ മേൽ ജീവൻ വ്യാപരിച്ച് മതിയാകും. ദൈവനെ കാണിച്ച കുടുംബങ്ങളുടെ മീതെ ദൈവ സംഖ്യ പ്രഖ്യാപിക്കുക. എല്ലാ കൈകളും ഉയർത്തിപ്പിടിച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പോലും അറിയാതിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഉള്ള കൂന് ഇന്ന് പകൽക്കാലം യേശു നിവർത്താൻ പോവുകയാണ്. എത്ര നോക്കിയിട്ട് മിനിസ്റ്റർ ഒന്നും പൊങ്ങുന്നില്ല, പൊങ്ങിയാലും ഒരു ലെവല് വിട്ട് പൊങ്ങുന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം കൂന് പൊട്ടി മാറാൻ പോവുകയാണ്.
അത് വേണ്ട ദൈവമക്കൾ. Receive it now. Receive it now. Receive it now. Receive it now. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുക. വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ടെ. നിങ്ങളുടെ മിനിസ്ട്രി പൊങ്ങാൻ പോകുക. നിങ്ങളുടെ സഭ പൊങ്ങാൻ പോകുക. നിങ്ങളുടെ അഭിഷേകം പൊങ്ങാൻ പോകുക. ഈവൻ ഫൈനാൻഷ്യൽ മണ്ഡലങ്ങളിൽ ചലനമുണ്ടാകാൻ പോകുക. In the name of Jesus. യേശുവിന്റെ മക്കളെ പകരുകയാണ്. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളായി മിനിസ്ട്രിയിലും കുടുംബങ്ങളിലും സഭകളിലും വ്യാപരിച്ച കൂണുകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. ശക്തിയോടെ ആരാധിക്കുക. ദൈവാത്മാവ് വേണ്ട ആ കൈ ഉയർത്തിയിരിക്കുന്ന ബ്രദറിനോട് പറയുന്നു, ഈ മീറ്റിംഗിൽ വന്ന് ഒരു തീരുമാനം എടുക്കാനാ നീ ഇവിടെ നിൽക്കുന്നത്. ഇത് കഴിയുമ്പോൾ ഒരു തീരുമാനത്തോടായിരിക്കും നീ മടങ്ങി പോകാൻ പോകുന്നത്. ഒരു പുതിയ ടേണിംഗ് നടന്നു കഴിഞ്ഞു. ആത്മമണ്ഡലത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം വഴികൾ തുറക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോട്ട് യേശുവിന്റെ നാമത്തില് ഭൂമികൾ നിമിർന്നു വരുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ അത് നിവർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ഒരു പുകഴ്ച കൊടുത്താട്ടെ, ഒരു സ്തുതി കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും അത് മലയാളത്തിൽ വായിക്കണം. ഐസയ ചാപ്റ്റർ 35 വാക്യം 3 മുതൽ വായിക്കണം. തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും, എല്ലാവരും ഏറ്റു പറയണേ. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കൊഴുന്ന മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവേ. ഈ മരുന്ന് ഭയമുള്ളവർക്കും ശാരീരികമായിട്ട് കയ്യിലും കാലിലും തളർച്ച ഉള്ളവർക്കും ഉള്ള ഒരു മരുന്ന്. ഭയമുള്ളവരും ശാരീരികമായിട്ട് തളർച്ച, കൈക്കൊരു ബലമില്ല, എലുമ്പിന് ഒരു ബലമില്ല, ഫീബിൾ ഹാൻഡ്സ് ആൻഡ് ഫീബിൾ ലെഗ്സ്, സ്ട്രെങ്ത് ഇല്ലാത്തൊരു ഫീലിംഗ് ഉള്ളതെന്ന് കൈവയ്ക്കും. നിങ്ങൾക്കുള്ള ഒരു മരുന്നാണ് ഇത്. ഡെയിലി 3 പ്രാവശ്യം എടുത്ത് ഇത് കുടിക്കണം. ഈ വചനം ഒന്ന് ചവച്ച് കുടിച്ചോണം. കുടിച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. മെഡിറ്റേറ്റ് ചെയ്ത് മാത്രം പോരാ, പ്രൊക്ലെയിം ചെയ്യണം. അങ്ങനെ പ്രൊക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ദൈവം സംസാരിക്കുന്നവരെ പ്രൊക്ലെയിം ചെയ്യണം. യേശു നിങ്ങളെ കണ്ട് സ്വപ്നത്തിലോ വിഷനിലോ അല്ല ഒരു എൻകൗണ്ടർ ചെയ്ത് സംസാരിക്കും. യേശു സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിടുതലുണ്ടാകും. ബിക്കോസ് ജീസസ് എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വിടുതല. ഇഫ് സൺ സെറ്റ്സ് യു ഫ്രീ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ അത് പെർമനന്റ് ഹീലിംഗ് ആണ്. എത്ര പേർക്ക് യേശു എന്നെ സ്വതന്ത്രനാക്കും? ഈ വചനമെടുത്ത് വീണ്ടും വീണ്ടും പറയുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇടപെട്ട് ദൈവം ഇറങ്ങി വരും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ അല്ലെ വിഷൻ തന്നെ ഇറങ്ങി വന്ന് സംസാരിക്കും. 3 പ്രാവശ്യം ഒരു ദിവസം യേശുവിനെ കണ്ടെത്തുന്നത് വരെ, യേശുവിന്റെ സ്വരം കേൾക്കുന്നത് വരെ ധ്യാനിക്കുകയും സംസാരിക്കുകയും അത് പ്രൊക്ലെയിം ചെയ്യുകയും ചെയ്യണം. ആമേൻ.
റിജക്ഷൻ കിട്ടിയവർക്ക്, എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് ഇതുവരെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഒരു വരനാണ് 1 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത മാർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആമേൻ. എല്ലാവരും ഏറ്റു പറഞ്ഞ് പാസ്റ്റർ അത് പറയുമ്പോൾ നമുക്ക് ഏറ്റു പറയാം. പാസ്റ്ററിനോട് മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആമേൻ. ആമേൻ. എന്റെ സ്വന്തക്കാരെല്ലാം എന്നെ തള്ളിപ്പറഞ്ഞു, എന്നെ ബലപ്പെടുത്തിയ ഒരു വചനമാണ്. ഈ വചനം ധ്യാനിച്ച് മനുഷ്യർ തള്ളുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ശ്രേഷ്ഠൻ. പറഞ്ഞ മനുഷ്യർ തള്ളുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനൊരു ശ്രേഷ്ഠൻ, പ്രഷ്യസ്, സെലക്ടഡ്. ആമേൻ. അപ്പൊ ഇന്ന് ആരെങ്കിലും മനുഷ്യരെന്നെ തള്ളി പറഞ്ഞാൽ ഞാൻ ചിരിക്കുന്നു. കർത്താവേ നന്ദി, അവരെന്നെ ഇപ്പം തള്ളിയതേ ഉള്ളൂ. അവരെന്നെ കുറിച്ച് എന്താണ് യേശു എന്നാ പറഞ്ഞത്? യേശു പറയും നീ എന്റെ ശ്രേഷ്ഠൻ. അതുപോലെ എത്ര പേർക്ക് മനുഷ്യരുടെ ഹോണർ വേണോ, ദൈവത്തിന്റെ ഹോണർ വേണോ? എത്ര പേർക്ക് ദൈവത്തിന്റെ ഹോണർ വേണം? ഹല്ലേലൂയ. കൈയടിച്ച് ദൈവത്തിന് മോശപ്പെടുത്തുക. അപ്പൊ സ്നേഹം കിട്ടാത്തവർക്ക്, ദൈവസ്നേഹം കിട്ടാത്തവർക്ക് റിജക്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾ ധ്യാനിക്കേണ്ട 3 പ്രാവശ്യം ഉടനെ ഈ മരുന്നങ്ങ് എടുത്തോ. പോയി ബൈബിൾ എടുത്ത് ഇത് വായിച്ച് വീണ്ടും ധ്യാനിക്കണം. മാത്രമല്ല അത് ഏറ്റു പറയണം. കർത്താവേ, ഇന്ന് എന്നെ ഈ വ്യക്തി തള്ളിപ്പോ, എന്നെ റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വരുന്നു. ആ റിജക്റ്റ് ചെയ്ത കാരണം ഞാൻ ശ്രേഷ്ഠൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 3 യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 10 മുതൽ 11 വരെ. യേശു നിവർന്നവളോട്, സ്ത്രീയെ അവർ എവിടെ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പറഞ്ഞ യേശു എന്നെ വിധിക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വ്യഭിചാരിയ സ്ത്രീ പാപം ചെയ്തായിരുന്നോ? യെസ് ഓർ നോ? അവൾ തെറ്റിലായിരുന്നോ? അന്ന് യേശു വിധിച്ചോ? ശ്രദ്ധിച്ച് കേൾക്കണേ. അതുകൊണ്ട് പാപം ചെയ്യാനല്ല പറയുന്നത്. നമ്മളൊക്കെ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും യേശു വിധിക്കാനല്ല വന്നിരിക്കുന്നത്, ക്ഷമിക്കാനാണ് വന്നിരിക്കുന്നത്. ക്ഷമിച്ചിട്ട് പറയും, മോളെ അതിൽ ആ സ്നേഹത്തിൽ നിൽക്കണം, ഇനിയും പാപം ചെയ്യും. കർത്താവിന്റെ ആഗ്രഹം പഴയ പാപത്തെ എടുത്ത് നമ്മളെ ശിക്ഷിക്കാനല്ല, നമ്മളെ ക്ഷമിക്കാനാണ്. നമ്മളെ വിധിക്കാനല്ല, നമ്മളെ ക്ഷമിക്കാനാണ്. എന്തു പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അത് കർത്താവ് ക്ഷമിക്കും. അന്ന് ഒറ്റ കാര്യം പറയും, ഇനിമേൽ നീ പോയി കുടുങ്ങിപ്പോയി വീട്ടിൽ പാപം ചെയ്യരുത്. മുന്നോട്ട് വായിച്ച് 19 ഒന്നുകൂടെ വായിച്ച്. ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. അപ്പം ശിക്ഷ വിധിക്കത്തില്ല എന്ന് പറഞ്ഞതിന്റെ കൂടെ ദൈവം വേറൊരു കാര്യം പറയുന്നുണ്ട്, പാപം
അപ്പൊ പഴയ പാപത്തെ ഓർത്ത് നിങ്ങൾ യേശുവിൻ്റെ കയ്യിൽ വിശ്വാസത്തോടെ കൊടുത്ത് ആ ശിക്ഷാവിധി ഇല്ലാത്ത ഒരു സ്നേഹത്തെ സ്വീകരിക്കണം. സ്വീകരിച്ചാൽ കർത്താവ് ഒരു കൃപ തരും. ഇനിയും ആ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയും. ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, അങ്ങനെ കുറ്റബോധത്തിൽ നിന്നുള്ള വിടുതൽ, സ്വയം കുറ്റബോധത്തിൽ നിന്നുള്ള വിടുതൽ. അയ്യോ, ഞാൻ ആ വലിയ ചിലരുണ്ട് പഴയ പാപത്തെ ഓർത്ത് ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് കർത്താവ് അത് ക്ഷമിച്ചു. എത്ര പേർ പൂർണ്ണമായും ക്ഷമിച്ചു? ഇന്ന് വരെ നിങ്ങൾ ചെയ്ത പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത്. കർത്താവ് അത് ക്ഷമിച്ചു. അപ്പൊ കുറ്റബോധമുള്ളപ്പോൾ കർത്താവിനോട് വന്ന് ക്ഷമ ചോദിച്ച് ഈ വചനം, ഈ മരുന്ന് കഴിച്ചെങ്കിൽ, കാരണം സയൻസ് പറയുന്നത് ഒരു 70% ഡിസീസിന്റെ കാരണം സ്വയമേ നിങ്ങളെ തന്നെ വിധിക്കുന്ന മനസാക്ഷിയിലുള്ള കുറ്റബോധമാണ്. സയൻസ് പ്രൂവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഞാൻ ചെയ്ത പാപത്തിന് എന്നെ തന്നെ ഞാൻ പറയുക, കുറ്റബോധം ഉണ്ടെങ്കിൽ അത് ആ കുറ്റബോധത്തിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടിയില്ലെങ്കിൽ അത് രോഗത്തിനൊരു റൂട്ട് കോസ് ആയിട്ട് മാറും. ആ കുറ്റബോധത്തിൽ നിന്ന് വിടുതൽ വേണം. യേശു വന്നത് വിധിക്കാനല്ല, ക്ഷമിക്കാനും നമ്മളെ പാപത്തിൽ നിന്ന് വിടുതൽ തരാനുമാണ് യേശു വന്നത്. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാൻ ജീവജലം ഒന്ന് പകരട്ടെ. പ്രാർത്ഥിച്ച ആത്മാർത്ഥയായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നത്, ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ സ്നേഹം മാത്രം. അഗാപ്പേ സ്നേഹം എൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകണം, എൻ്റെ ശരീരത്തിൽ ഒഴുകണം, എൻ്റെ ആത്മാവിൽ കൂടെ, എൻ്റെ പ്രാണനിൽ, എൻ്റെ ദേഹിയിൽ കൂടെ, എൻ്റെ ശരീരത്തിലെല്ലാം ഇത് ഒഴുകണം. ദൈവ സ്നേഹം, ജീവജലം എന്നിൽ കൂടെ ഒഴുകട്ടെ. കർത്താവേ, ഞാൻ ദാഹിക്കുന്നു, ദൈവ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു. Just receive in the name of Jesus. Receive the Lord. Receive the Lord. ജീവജലം ഒഴുകട്ടെ, ഒഴുകട്ടെ. നിങ്ങളുടെ ആത്മാവിൽ കൂടെ, പ്രാണനിൽ കൂടെ, ദേഹിയിൽ കൂടെ, ശരീരത്തിൽ ഒഴുകട്ടെ. എല്ലാ മാംസത്തിലും ദൈവത്തിന്റെ സ്നേഹം ഒഴുകട്ടെ, സ്നേഹം ഒഴുകട്ടെ. ഹൃദയത്തിൽ കൂടെ, മനസ്സിൽ കൂടെ തടസ്സങ്ങളെല്ലാം നീങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവസ്നേഹത്തിനെ തടയുന്ന എല്ലാ പൈശാചിക ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ജീവജലം ഒഴുകട്ടെ, 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 ഫ്ലാറ്റുമായി മാറാൻ പോവുകയാണ്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ഫ്ലാറ്റുമായി നിങ്ങൾ നിൽക്കണം മാറുമെന്ന് വിശ്വസിക്കുന്നവരെങ്കിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ ഭയശക്തിയോടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. Praise Jesus. Praise Jesus. ഞാൻ കാണുന്നത് എന്താ പറയുക,
സമയത്തിനായി സ്തോത്രം. യേശു ഇവിടെയുണ്ട്. നമ്മുടെ കർത്താവാണ് ഏറ്റവും വലിയത്. വാസ്തവമായി ഇന്ന് പകൽ യേശുവിനെ അനുഭവിക്കുന്നുണ്ടോ? ഞാൻ ബാക്കിൽ നിന്നൊന്നും ഒരു ശബ്ദം കേൾക്കുന്നില്ല. ആമേൻ, ആമേൻ. പലർക്കും ബുദ്ധിയിൽ പലതും മനസ്സിലായില്ലെങ്കിലും ഇന്ന് പകൽ ആത്മാവിൽ ചില കാര്യങ്ങൾ കർത്താവ് ഗ്രഹിപ്പിക്കാനാണ്. ആമേൻ, 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 ആമേൻ. നീ ഒരു പക്ഷേ നിന്റെ വിഷയത്തിന് വിടുതലിന് വേണ്ടിയായിരിക്കാം വന്നത്. പക്ഷേ കർത്താവ് പറയുന്നത്, ദൈവം പറഞ്ഞ രണ്ടാമത്തെ കാര്യം, കർത്താവിനോട് ഒരു കൈമാറ്റം ഇന്ന് പകൽ നടക്കുമെന്ന്. കൈമാറ്റം, അതിനെ ഞാൻ ചെറുപ്പക്കാരെ മുന്നോട്ട് വിളിച്ചത്. ജീസസ്, ആമേൻ. ഇന്ന് പകൽ ശുശ്രൂഷയുടെ ഒരു കൈമാറ്റം ഇന്ന് പകൽ സ്വർഗ്ഗത്തിൽ ഭൗതിക നന്മ. ഞാൻ സ്നേഹത്തോട് പറയാം, ഞാൻ ഈ അടുത്ത നാട്ടിൽ ജനിച്ച് വളർന്നതാണ്. ഒരു ഓല കെട്ടിയ വീട്ടിലാണ് ജനിച്ച് വളർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ സ്തോത്രവും പോയി. ആമേൻ. നിങ്ങൾ സ്തോത്രം പറയണ്ട. പക്ഷെ ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം, എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് നിങ്ങളെയും അനുഗ്രഹിക്കാൻ. പലരും ഇവിടെ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രം. കർത്താവ് നടത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചത്തുപോയി. എന്റെ ജീവിതം എനിക്കൊരു നന്ദിയുണ്ട് യേശുവിനോട്. എത്ര പേർക്ക് എണ്ണിച്ചെന്ന് പറയാൻ പറ്റും, കർത്താവേ നന്ദിയുണ്ട്. ഈ രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ മൈക്ക് ഉടനെ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. എന്നെ ദൈവം എന്നോട് പരിശുദ്ധാത്മാവ് കാണിച്ച ഒരു വചനം കാണിച്ചത്, രണ്ട് വചനമുണ്ട്. ഒന്ന് അതില് അപ്പോസ്തല പ്രവർത്തനം 23-ാം അധ്യായം 11-ാം വാക്യമാണ് കാണിച്ചത്. 23-ാം അധ്യായം 11-ാം വാക്യം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. യെരൂശലേം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾ യേശുവിനെ കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ കർത്താവിന് പലരിലോ, many of you, God is very well pleased എന്ന് പറയുന്ന അടുത്ത ലെവൽ. ഞാൻ നിന്നെ റോഡിലോട്ട് അയക്കാൻ പോവുക. ഇത് പോളാന്ന് ഓർത്തു. പോളിന്റെ അപ്പോസ്തലൻ രാത്രി വലിയ പ്രശ്നമൊക്കെ കഴിഞ്ഞ് കിടക്കുക. പറഞ്ഞു,
നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഇവിടെ എങ്ങനെ ശുശ്രൂഷ ചെയ്തോ ഇതിലും ശക്തമായിട്ട് എന്നെ ഞാൻ So many of you, സന്തോഷ് പാസ്റ്റർ ആശ്രയ വളരെ നന്ദിയുണ്ട്. ഒത്തിരി കോൺഫറൻസ് കൂടിയിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് പലരെയും ഇനി അടുത്ത കോൺഫറൻസിന് മുമ്പ് തന്നെ ഇവിടെ കാണത്തില്ല. മിനിസ്ട്രിയിൽ താഴെ പോകണ്ട എന്ന് ആഗ്രഹമുള്ളവർ ഒറ്റ കാര്യം ചെയ്താൽ മതി. മറ്റുള്ള എന്ത് വസ്തുവേക്കാൾ, മറ്റുള്ള എന്ത് സ്വത്തിനേക്കാൾ, മറ്റുള്ള ഏത് വ്യക്തിയേക്കാൾ, മറ്റുള്ള എന്തിനേക്കാൾ യേശുവിനെ സ്നേഹിക്കുക. ഈ ഒറ്റ ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് ഈ രാജ്യത്തല്ല അനേക രാജ്യത്ത് കൊണ്ടുപോകും. ഈ പവർ കോൺഫറൻസ് ഒരു ലൈഫ് ട്രാൻസ്ഫോമിംഗ്, നിങ്ങൾക്കല്ല നേഷൻ ട്രാൻസ്ഫോമിംഗ് പവർ കോൺഫറൻസ്. അനുഗ്രഹമായ ഈ പകരക്കാലത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. പറഞ്ഞോട്ടെ, അടുത്ത ചില മിനിറ്റുകൾ ദൈവത്തിന് പ്രാപിക്കാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിലെ ഒരു രഹസ്യം, ഒരു താല്പര്യമുള്ള വിഷയം, എൻ്റെ പ്രിൻസിപ്പിൾ ഒന്നാണ്, ഞാൻ എത്രത്തോളം ഉയർത്താൻ പറ്റുമോ ഉയർത്താൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ന് ബാംഗ്ലൂർ ചർച്ചിൽ നിന്ന് ഇറങ്ങിയ മിക്കവാറും എല്ലാവരും തുടക്കകാലങ്ങളിൽ എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്തവരൊക്കെ ഇന്ന് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുക. അന്ന് എൻ്റെ കൂടെ ഒത്തിരി പേരെ കൊണ്ടുപോയിരുന്നു. എന്നിട്ട് അവർക്ക് സമയം കൊടുക്കും. എനിക്ക് എവിടെയൊക്കെ പ്ലാറ്റ്ഫോമുകൾ കിട്ടിയിട്ടുണ്ടോ അന്ന് പലരും എൻ്റെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് ഭാഗ്യം പിടിക്കും. ഇന്നത്തെ ഞാൻ അവർക്ക് ടാമി ഇവിടെ തുടങ്ങുന്ന സമയത്ത് പല ദൈവദാസന്മാരും എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. എന്നോടല്ല പറഞ്ഞത്, സന്തോഷ് വാസോടാണ് പറഞ്ഞത്. സന്തോഷ് വാസ് അതൊക്കെ എന്താ പറഞ്ഞേ ഉള്ളടക്കി എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു. ഒരു കംപ്ലൈൻറ്റ് ഇതായിരുന്നു, അൻസം പാസ്റ്റർ എവിടെ വന്നാലും ജാമ്യയെ കുറിച്ചൊന്നും പറയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് ആകെ പറഞ്ഞ ബാക്കി ഇതാണ്, ജാമ്യം ഇവിടെ ചെറുതായിട്ട് വരിക, പക്ഷെ ഞങ്ങൾ വലിയ കാര്യത്തിൽ പാസ് അനുസരിച്ച് മീറ്റിംഗ് ഞങ്ങളുടെ പാസ് എന്നൊക്കെ പറഞ്ഞ് ചെല്ലും. അദ്ദേഹം ജാമ്യയെ കുറിച്ചൊന്നും പറയത്തില്ല, പ്രസംഗിച്ചിട്ടങ്ങ് പോകും. ഞാൻ അന്ന് പറഞ്ഞ വാക്കുണ്ട്, എനിക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോം ഞാൻ യേശുവിനെ ഉയർത്തും. നിങ്ങൾക്കറിയാമോ, ജാമ്യ യേശുവിനെ. ഇന്ന് രാത്രി ഉറക്കത്തിൽ ദൈവം എനിക്ക് തന്ന വാക്യം ഇവിടെ നിന്ന് വായിക്കാൻ പോകും. കാരണം ഇതിന്റെ എന്താ പറയുക, കോപ്പിറൈറ്റ് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധ നേരിട്ട് ഉറക്കത്തിൽ 2 ദിവസം മുമ്പേ തന്നൊരു വാക്യമാണ്. അതൊന്ന് ഇവിടുന്ന് റിലീസ് ചെയ്യാൻ പോവാ. അങ്ങനെ പരിശുദ്ധ തന്നായതുകൊണ്ട് ഇവിടെ ചില ജീവിതം എന്നേക്കുമായി മാറണം. ഞാനിവിടെ പിടിച്ചു നിർത്തുക. ഞാൻ ഇപ്പൊ ഒന്ന് ഇവിടുന്ന് അടിച്ചു വിട്ട ഇവിടെ ആരും ഇവിടെ പിന്നെ ഇളകി മറിഞ്ഞ് കോൺക്രീറ്റ് ഒക്കെ ഇടിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുക. എനിക്കറിയാം അടുത്തൊരു വാക്യം പറഞ്ഞു ചിലപ്പോൾ ചാടുന്ന ഓർത്ത് പേടിച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കുക. സ്വതന്ത്രം എനിക്കിത് പറയണം. സ്വപ്നത്തിൽ വന്ന വാക്യം ഇതാണ്. അപ്പോസ്തല പ്രവൃത്തി, ഇന്ന് രാത്രി തൊട്ട വിഷയത്തെ കണക്ട് ചെയ്യും. അപ്പോസ്തല പ്രവൃത്തി സ്തോത്രം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചു. ആത്മീയവർദ്ധന എന്ന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം കെട്ടിടം പണിയുന്ന പോലെ ദൈവം അതിന് ഓരോ കല്ല് വെച്ച പണിയാൻ പോകും. ദൈവമായിട്ട് ഓരോ കല്ല് വെച്ച് പണിയാൻ തുടങ്ങി. അതാണ് അഭിവൃദ്ധി. ഓ
Praise the Lord. വിശദീകരിക്കുന്നത് വായിച്ചോ. അത് ആത്മീക വർധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും അപ്പൊ ഓർത്തെ കർത്താവ് ഭക്തി പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും. അവിടെ കൊടുത്തത് ഗ്രീക്ക് പദം അന്ന് മുതൽ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി നമ്മുടെ കൂടെ നടക്കും. Comfort of the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുക. പ്രബോധനയിലും നടന്നു പെരുകിക്കൊണ്ടിരുന്നു. മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പം അവിടെ കൊടുത്ത് അങ്ങനെ. അപ്പം അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം എങ്ങനെ. ഇനി അത് ചോദിക്കാൻ ഞാൻ മുന്നോട്ട് പോയിട്ടില്ല. നാളെ സൈഡ് ചോദിച്ചാൽ എങ്ങനെയാണ് വിഷയം, ഇത് എങ്ങനെയാ ഇതിന് എന്ന് വെച്ചാൽ ഒന്ന് പെട്ടെന്ന് സഭകൾക്കല്ല സമാധാനം. സഭകളെല്ലാം പെട്ടെന്ന് പണിയപ്പെടാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. ആൾക്കാർക്ക് വീട്ടിൽ ചെല്ലുമ്പോഴും ദൈവഭക്തി സഭയെ മാത്രമല്ല ദൈവത്തോടുള്ള പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധിയുടെ ഒരു ബോധം എല്ലായിടത്തും വ്യാപരിക്കുന്നു. മാത്രമല്ല സഭകൾ പെട്ടെന്ന് പെരുകാൻ തുടങ്ങുന്നു. അങ്ങനെ അപ്പൊ ചോദിക്കണം എങ്ങനെ. അതൊരു ആക്ഷനോട് ചോദിക്കണം. എങ്ങനെ, അതാണ് ഇന്നത്തെ വിഷയം. അപ്പൊ ഇതിവിടെ നടക്കാൻ പോവാ. അപ്പൊ ഒന്ന് സഹോദരന്മാർ ചോദിക്കാൻ ഒരു പേടിയാണ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇന്ന് അനുവാദം തരും. എങ്ങനെ അപ്പൊ ഞാനത് പറയാൻ എങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന വലിയ ഉണ്ടായി ഇമ്പോർട്ടേഷൻ ചെയ്തു, ആൾക്കാർ ചാടി മറിഞ്ഞു, പിന്നെ ചിലര് ഉപസിച്ചു. എങ്ങനെ സംഭവം ഇങ്ങനെയാണ്. അവൻ യെരൂശലേമിലെത്തിയാറെ അവൻ ചോദിക്കുമ്പോ ആരാ യെരൂശലേമിലെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവനൊരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ഞാൻ ചോദിക്കുന്നേ, അതിൽ വല്ല കുഴപ്പടി ഉണ്ടോ? ഇല്ല. കാര്യം ഇവന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. സകല ദൈവമക്കളെ കൊന്നൊടുക്കാൻ അവിടുത്തെ മഹാപുരോഹിതന്റെ അധികാരപത്രം മേടിച്ചോണ്ട് വന്നവൻ കഴിഞ്ഞ ദിവസം വരെ ചില എടുത്ത് വീട്ടിൽ പുറത്തെടുത്ത് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ സാക്ഷിയായി നിന്നവൻ ഇവൻ ഗുണപ്പെട്ടെന്ന് വന്ന് പറയുമ്പോൾ ചെറിയ പേടി ഉണ്ടാവും. എന്തുതന്നെ അവൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഭയപ്പെടാൻ ശരിയാണ്. അപ്പൊ സഭയുടെ ഇപ്പോഴത്തെ പ്രതികരണം നോർമലാണോ അതോ അബ്നോർമലാണോ? നോർമലാണ്. യുക്തിപരമായിട്ടും ബുദ്ധിപരമായിട്ടും ചെയ്ത കറക്റ്റ്. എടാ അവര് പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ എതിർക്കുന്നില്ല, പക്ഷെ ഇവനൊന്ന് പഠിക്കാം, കുറച്ചു ദിവസം നോക്കാമെന്ന്. ഇവന് തനിസ്വം കുറച്ച് നമുക്ക് നോക്കാം. ഇവനെ പിടിച്ച് ഞങ്ങളുടെ പാസ്സാക്കുന്നതിന് മുമ്പ് ഒന്ന് ഇവനെ എപ്പോഴും വന്ന് ഇവന്റെ യഥാർത്ഥ ഗുണപ്പെട്ടതാണോ, അല്ലെ ഇവന്റെ അകത്ത് ഇപ്പോഴും വല്ല പ്ലാൻ അകത്ത് കയറിയിട്ട് എല്ലാത്തിനെയും കൂടെ ഒളിച്ചിരുന്നവരെല്ലാം കൂടെ പിടിച്ചോണ്ട് പോകാനുള്ള പദ്ധതിയാണോ? അത് യുക്തിയല്ലേ? നോർമൽ അല്ലേ? സഭയുടെ നോർമൽ ബിഹേവിയർ. വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർന്നബാസോ അപ്പൊ ആണ് ഒരു ബർന്നബാസ്. അവൻ ഈ ലോകത്തിൽ പെട്ടവൻ. ഇതാണ് പറ്റിയ ടാമിക്ക് പറ്റിയ ഗുണം. ഇവിടെ കൂടുതൽ ബർന്നബാസമായ എന്ത് ചാടി കയറി ചെയ്ത തമ്മിൽ ആലോചിക്കുന്ന ചെയ്തല്ലോ ബർന്നബാസന്മാർ. ഞങ്ങൾ ചിലപ്പോ ഇങ്ങനെ പിടിച്ച് നിർത്തണം. അല്ലെങ്കിൽ ബർന്നബാസന്മാര് ചിലരുണ്ട്. അയാൾ ചാടി കയറി ബർന്നബാസോ അവനെ കൂട്ടി
അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ഇവന് വേണ്ടി ഇപ്പൊ വക്കാത്ത് പറയാൻ വേണ്ടി ഞാൻ നിൽക്കുന്നു. ഇവൻ നല്ല മനുഷ്യനാണ്. സ്വോത്രം സ്വോത്രം സ്വോത്രം. അപ്പോസ്തലന്മാർ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക. ബാർണബാസ് ആണ് കൊച്ചുപദേശി. കേറി റെക്കമെൻഡ് ചെയ്യുക. ആരെയാ? ഈ പൗലോസിനെ. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും സാക്ഷ്യം മൊത്തം അങ്ങ് പറഞ്ഞു. ദമസ്കോസിൽ വെച്ച് അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും. നോക്കുന്നുണ്ട്. എടാ ഞാനും പണ്ട് എന്തോന്നേ ആ കോഴി കുഴിയൊക്കെ ഓർമ്മ. അതിന് യേശു എന്നെ നോട്ടം നോക്കി. അതുപോലെ സ്വോത്രം സ്വോത്രം പത്രോസ് പൗലോസിനെ നോട്ടം നോക്കി നിൽക്കുക. ഇയാളാണ് മൊത്തം സാക്ഷ്യം. ബർന്നബാസ് നല്ലവനാണ്. ഇവന് കർത്താവ് കണ്ടു, പരിശാമ കൂടെ പോയി, ഇതൊക്കെ ഒന്ന് പറയുക. അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. പിന്നെ അവൻ യെരൂശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു. പൗലോസ് നോക്കിയിരിക്കുന്ന യവന ഭാഷക്കാരായ അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ. ദൈവത്തിന്റെ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ മൂവ് നടക്കുന്നത് ഒരുത്തൻ മാറ്റിവെച്ച the biggest move in the New Testament happened just because one man decided to be led by the Holy Spirit. എത്രവർക്ക് മനസ്സിലാണെന്നറിയത്തില്ല. ഭാവിയുടെ ഭാവി നിൽക്കുന്നത് പരിശുദ്ധാത്മ നിയോഗത്തിലാണ്. വിശ്വസിക്കുന്നവർക്ക് ശബ്ദം ഉയർത്തി ആമേൻ. ഒറ്റ മൂവ് ഇവൻ ചെയ്തതാ. ഞാൻ കാര്യം നിയമപ്പെട്ട എന്നോട് വളരെ വ്യക്തമായി കേൾക്കണം. ഇവൻ എന്തിനാണ് ഒതുങ്ങി പേടിച്ചെന്നറിയാമോ? ഇവൻ വന്നാൽ ഉള്ള സമാധാനം കൂടെ. പക്ഷേ ഇവര് സമാധാനത്തിന് വേണ്ടി അവനെ തടഞ്ഞപ്പോൾ ആത്മനിയോഗത്തിൽ സമാധാനം നോക്കാതെ ഇവനെ അകത്ത് കൊണ്ടുവന്നവൻ ദൈവം അങ്ങനെ യഹൂദിയിലും ഗലീലയിലും സമാധാനം ഉണ്ടായി. ശ്രദ്ധിക്കണമേ, ബുദ്ധി കൊണ്ടല്ല സമാധാനം ഉണ്ടാക്കുന്നത്. ആത്മാവിനെ നടത്തപ്പെടുമ്പോൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു കൂട്ടര് ബുദ്ധി കൊണ്ട് സമാധാനം. ദൈവം എന്നെ പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞിട്ട് വെള്ളത്തിന്മേൽ നടക്കാൻ പറഞ്ഞ ആക്ച്വലി വെള്ളത്തിൽ നടക്കുന്നവനായിരിക്കും യഥാർത്ഥത്തിൽ സമാധാനം. ഓർമ്മ ഇരിക്കുന്നവരെക്കാട്ടിലും എന്നെ ദൈവം പറഞ്ഞു, ഞാൻ തീയിറക്കുമെന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് വെള്ളം ഒഴിച്ചു. എത്ര ഓപ്പോസിറ്റ് ആണെങ്കിലും ഞാൻ ശരിയാക്കിക്കോളാം. എത്ര ഓപ്പോസിറ്റ് ആണെങ്കിലും ഞാൻ ശരിയാക്കിക്കോളാം. ദൈവത്തെ ആരും സഹായിക്കാൻ പോകണ്ട. ഞാനാണെങ്കിൽ ദൈവം തീർക്കുന്നു പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വിറകെങ്കിലും ഒന്ന് ഉണക്കി. ദൈവം തീർന്നിട്ട് ബുദ്ധിമുട്ടാൻ പോകില്ലല്ലോ. ഒന്ന് സ്വന്തം വിറകൊക്കെ റെഡിയാക്കി അത് ഉണക്കി പിന്നെ ആ വിറക് വെക്കുന്ന രീതി ഒക്കെ ചെയ്തിട്ട് കർത്താവെ തീർക്കാൻ പറഞ്ഞിന് അങ്ങ് ഏരിയാവിനെപ്പോഴുള്ള സ്തോത്രം വിറകിന് മണ്ണിൽ വെള്ളം ഒഴിച്ചു. ആ വിറക് കത്തിക്കും ദൈവത്തിന് വെള്ളം കത്തിക്കാം. ദൈവ ശബ്ദത്തിന് മുമ്പിൽ നീങ്ങുന്ന കുടുംബങ്ങൾ ശുശ്രൂഷകന്മാരെ സമാധാനമുള്ള ചിന്ത മാറി ബർന്നബാസ് ഉള്ളിൽ കൊണ്ടുവന്നു.
പരിശ്രമ പറഞ്ഞടാ ഭരണവസ്തിയെ ചെയ്തുകൊണ്ട് നിനക്ക് മാത്രമല്ല, നിന്റെ സഭയ്ക്ക് മാത്രമല്ല, യഹൂദനും ഗലീലയിലും യെരുശലേം മൊത്തം എല്ലാ സഭകൾക്കും ഞാൻ സമാധാനം കൊടുക്കാൻ പോവാം. ദൈവം പറയുന്നു അടുത്ത ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു മൂവ് യുക്തിക്കപ്പുറമായി യുക്തി മാറ്റി വെച്ച ചെയ്ത രാജ്യങ്ങളെ പറഞ്ഞ എന്തൊക്കെ നിങ്ങൾ എന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ നിയോഗത്തിന് കാര്യം ചെയ്യും. ദൈവം ചിലപ്പോൾ നമ്മളോട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യാൻ പറയും. ഇനി എത്ര പേർക്ക് ആത്മാവ് നടത്തപ്പെടണം? ബോംബെ വന്ന് കൈവച്ചാൽ പോലും ആത്മാവിനെ നടത്തപ്പെട്ടില്ലെങ്കിൽ സുഷ നടക്കത്തില്ല. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ആത്മാവിനെ നടത്തപ്പെടണം? ആത്മാവിന് ശക്തിയല്ല, ആത്മാവിനെ നടത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവം പൊട്ടനെ പോലെ ഒറ്റ നീക്കം അങ്ങനെ പരിശുദ്ധമായി ഏറ്റെടുത്തു. ഇന്ന് നമുക്ക് ആത്മാവിൽ നിന്ന് നീങ്ങിയാൽ നിങ്ങളുടെ കാര്യങ്ങൾ ആത്മാവ് ഏറ്റെടുക്കാൻ കൊടുക്കും. ദൈവം എന്ന് പറയുന്ന വാക്ക് ഇത് എനിക്ക് നിങ്ങൾ ഏറ്റവും നേരത്തോട് പോകാൻ പോവാ. എന്നോട് ദൈവം പറയുന്നു ഇനിയുള്ളത് അങ്ങനെയല്ല. നീ ഒരു മൂവ് ചെയ്യും, ബുദ്ധിക്കത് യോജിക്കത്തില്ല. അവിടുന്ന് പലരും പറയും എന്താണ് ഈ കാണിക്കുന്നത്? നീ ആത്മാവിൽ മൂവ് ചെയ്യും. നീ മൂവ് ചെയ്യുമ്പോൾ സഭകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. റിസീവ് ചെയ്യുക ആഗ്രഹമുള്ള ദൈവമക്കൾ ശക്തിയോട് രാമ്യം പറഞ്ഞാൽ ഞാന് ദുബായിൽ നിന്ന് വരിക. എനിക്ക് ആൾക്കാർ നിർത്തി സാക്ഷ്യം പറഞ്ഞില്ല. അതിനൊരു ഗൗരവമുണ്ട്. ദുബായിൽ നിന്ന് വരിക. എനിക്ക് പേന കൈ കൊണ്ടുവന്നിട്ട് എല്ലാ പേനയും കളയും. എന്ത് കൈറ്റാണ് കൊണ്ടാണ് ഇഷ്ടമില്ല. ആ ട്രിപ്പിൽ എനിക്കൊരു ആഗ്രഹം, ഒരു പേന വേണം, ഒരു നല്ല പേന. എമിറേറ്റ്സിൽ ലൗഞ്ചിൽ കയറിയപ്പോൾ അവർ എനിക്ക് ഗോൾഡൻ കവറുള്ള ഒരു പേന വേണം. അത് ഫ്രീയാ. എന്നാലും ഗോൾഡൊക്കെ കാണാൻ പോക്കറ്റ് ഇട്ടു. ഞാൻ ഏലിയസ്വാസം വീട്ടിൽ ഏലിയസ്വാസം നല്ലൊരു പാർക്കർ പേന വെച്ച് എനിക്കൊന്നും എനിക്കൊരു പൊടി. അപ്പൊ ഞാൻ ഒരു പേന വെച്ചാൽ പേനയല്ല എന്നും ഞാൻ കൈ കിട്ടി മാസ്റ്റർ എനിക്ക് ഒരു പാർക്കർ പേന. ഉടനെ ഒരു ശബ്ദം കേൾക്കുക ചോദിക്കുക. അതെ ചോദിക്കരുത്. കർത്താവിന്റെ ആത്മാവിന് എന്തും അതാ കേട്ട് കഴിഞ്ഞാൽ അതിനത്ര സുഖം. ഓ ചോദിക്കരുത്. ഞാൻ വീട്ടിൽ പോയി റൂമിൽ കിടന്നു. 5:30-6 മണിയായപ്പോ സാധാരണ അല്ലേ ഇത് നോവൽ മുട്ട കിട്ടുന്നറിയോ? എലിശ്വാസം നിൽക്കണം മുമ്പിൽ. പാസ്റ്റേ എന്റെ ഷെയ്ക്ക്, എന്റെ അഡ്വൈസർ ഷെയ്ക്ക് തന്ന ഒരു മോൺസെ ബ്ലാങ്കിന്റെ പേന ഞാൻ നോക്കുമ്പോൾ ഞാൻ പിന്നെ പോയി നോക്കി 1200 ഒരു 60,000 രൂപയുടെ വിലയുണ്ട്. അത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ഒരു പേന എന്നോട് എൻ്റെ ഉള്ളം പറഞ്ഞു പാസ്റ്റർ തന്നു.